ഇനി നമ്മളോടൊപ്പം ചേരുന്നത് ജീവൻ എന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിലെ പ്രൊഡ്യൂസറും അതിൽ നല്ലൊരു വേഷവും ചെയ്തിട്ടുള്ള സുനിൽ പണിക്കരാണ്. ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു ചിത്രമാണ് ജീവൻ, അല്ലേ സർ? സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ചിത്രം അങ്ങനെ പറയാം. ഇത് ഒരു മദ്യപാനം ഒരു വ്യക്തിയെ എങ്ങനെ തകർക്കുന്നു, മദ്യപാനം ഒരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു, അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ച എന്ന് പറയാം. മെസ്സേജ് എന്നതിലുപരി ഇതിൽ മദ്യപിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ലാതെ മദ്യപിക്കുന്നവർ ഈ സിനിമയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ മദ്യപിക്കുന്ന, പക്ഷേ പുള്ളിക്ക് ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല, പക്ഷേ ഇദ്ദേഹം തകർന്നടിഞ്ഞ് നാമാവശേഷമാകുന്ന ആണ്. അപ്പോൾ അതിനകത്തൊരു പറഞ്ഞില്ലേ, ഒരു മെസ്സേജായിട്ട് അല്ല, ഒരു ഇങ്ങനെയുള്ള ഒരു കഥയുടെ നേർക്കാഴ്ചയാണ് സിനിമ. അപ്പം ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ എടുക്കാനുണ്ടായിട്ടുള്ള ഒരു മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്ന് പറയുക, ഇതിൻ്റെ കഥ ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഇതുപോലെ ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ കഥ കേട്ട് ഇതിൻ്റെ ഡയറക്ടർ വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയാണ് ഈ സിനിമയിലേക്ക് ആദ്യം എത്തുന്നത്. സാർ ഇതിന്റെ പ്രൊഡക്ഷനും കൂടി ചെയ്തിട്ടുണ്ട്. സാറും വേറെ രണ്ട് പ്രൊഡ്യൂസേഴ്സ് കൂടിയിട്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ഒരു പ്രൊഡ്യൂസറുടെ ഇത് ചെയ്തതാണോ അതോ ഒരു ആക്ടർ ആയതാണോ, ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത്? ഞാൻ ഒരു 10-20 സിനിമകളിൽ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ വന്നത് തന്നെ അഭിനയത്തോടുള്ള താല്പര്യം കൊണ്ടാണ് സിനിമയിൽ എത്തിയത്. അപ്പോൾ അഭിനയം എൻ്റെ കൂടെ, ഞാൻ പറയാം, കൊച്ചിലെ മൂലമുള്ള ആഗ്രഹമുണ്ട് നടനാകുക എന്നുള്ളത്. അതിന് ഒരു മുഴുനീള ക്യാരക്ടർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യാൻ സിനിമ ഒരു നിമിത്തമായി ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ ഞാനത് പ്രൊഡ്യൂസ് ചെയ്തു, അതിനകത്ത് നല്ലൊരു വേഷം അഭിനയിച്ചു. ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു, ആദ്യം പ്രൊഡ്യൂസറായിട്ട് പിന്നീട് അഭിനയിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നോ, അതോ ഒരു ഇഷ്ടപ്പെട്ട വേഷം വന്നപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു? അല്ല, അങ്ങനല്ല. ആദ്യം കഥ കേട്ടപ്പം കൊള്ളാം, ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പുതുമുഖങ്ങളെ മാത്രം വെച്ച് ചെയ്താൽ മതി എന്നൊരു തീരുമാനത്തിലെത്തി. ഡയറക്ടറുമായിട്ട് സംസാരിച്ചിട്ട് പുതുമുഖങ്ങൾ മാത്രം മതി എന്നൊരു തീരുമാനത്തിലെത്തി. അതിനകത്ത് നല്ലൊരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയൊരു വേഷം ചെയ്തു. ഓക്കെ. ഇതിപ്പോൾ പുതുമുഖങ്ങളെ മാത്രം വെച്ച് എടുക്കാം എന്നുണ്ടായിട്ടുള്ളൊരു ഡെസിഷൻ അത് ഈ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. കാരണം ഇപ്പോൾ മദ്യപാനമായിട്ട് ബന്ധപ്പെട്ട സിനിമയിൽ സിനിമയിൽ ഒത്തിരി ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ജീവൻ എന്ന് പറയുന്ന സിനിമ ഒരു പ്രധാനപ്പെട്ട നടനാണ്, അറിയപ്പെടുന്നൊരു നടനാണ്, നായകനാണ് ചെയ്തതെങ്കിൽ, അപ്പോൾ ഇതിനകത്തൊരു ഉദാഹരണം പറഞ്ഞൊരു പട്ടി നക്കുന്ന ഒരു സീനുണ്ട്. ഈ നായകൻ വഴി കിടക്കും, പട്ടി നക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ ആ സിനിമ കാണുന്ന ആൾ ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ലാലേട്ടനാണെങ്കിൽ ആ സീനിൽ അഭിനയിച്ചെങ്കിൽ പറയൂ, നമ്മൾ ലാലേട്ടനെ പട്ടി നക്കുന്നൊരു സീനുണ്ട്, ഭയങ്കരം എന്നല്ലേ പറയത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് ആ ജീവൻ എന്ന് പറയുന്നതിലെ നായക കഥാപാത്രത്തിൻ്റെ പേരാണ്. അപ്പോൾ ആ ജീവനെ പട്ടി നിൽക്കുന്നൊരു സീനുണ്ട്. അപ്പം കമ്പയർ ചെയ്തുള്ള വേണ്ട, ഞാൻ പറയാൻ മനസ്സിലായോ, വേറൊരു നടനുമായിട്ട് കമ്പയർ ചെയ്തുള്ള സംഭവം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പുതിയ ആൾ മതിയെന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇതിലെ നായകൻ സിനു സിദ്ധാർത്ഥിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഇതിലെ നായകന് വേറൊരു പ്രത്യേകത ഉണ്ട്, അദ്ദേഹം തന്നെയാണ് സിനിമയുടെ DOPയും. അപ്പം അദ്ദേഹം ആക്ച്വലി നായകനായിട്ട് ആദ്യം നിങ്ങൾ കാസ്റ്റ് ചെയ്യായിരുന്നു, അതോ DOP ആയി വന്നതിന് ശേഷം പിന്നീട് നായകവേഷം ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു? അത് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് പരിചയമുള്ള ആളാണ് സിനു സിദ്ധാർത്ഥ്. അപ്പോൾ അദ്ദേഹത്തിന് അഭിനയമോഹം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, അദ്ദേഹം ഒരു അഭിനേതാവാണെന്നും എനിക്കറിയാം. ഇപ്പോൾ DOP പുള്ളി തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം അങ്ങനെ തീരുമാനിച്ചല്ലോ, പക്ഷേ പിന്നീട് അത് പുള്ളിയിലേക്ക് എത്തുകയായിരുന്നു. ഈ ക്യാരക്ടർ സിനിമ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്കും ഡയറക്ടർക്കും തോന്നി. അങ്ങനെ സിനുവിനോട് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ക്യാമറയും നായകവേഷവും പുള്ളി തന്നെ ചെയ്തു. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. അതെങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹം രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യുന്നത്, ലൈക്ക് ആസ് ആൻ ഔട്ട്സൈഡർ സാറിന് അത് നോക്കി കാണാനായിട്ട്? ശരിക്കും പറഞ്ഞാൽ രണ്ടും മാത്രമല്ല, പുള്ളി A to Z എല്ലാം പുള്ളി ചെയ്തു തന്നെ പറയണം. അതേപോലെ പുള്ളി ശ്രദ്ധിച്ചു, നായകനായിട്ട് അഭിനയിക്കുന്നത് കൂടാതെ പുള്ളി എല്ലാ ഏരിയയും ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി ഒരുപാട് പുള്ളി കഷ്ടപ്പെട്ടു. ശരിക്കും ഡയറക്ടറെ ജോലി പോലും പുള്ളി എളുപ്പമാക്കി കൊടുത്തു. അത്രയ്ക്കും അതുകൊണ്ട് സ്പീഡിൽ കാര്യങ്ങൾ നടന്നു. സാധാരണ ഇന്ന് കുറേ കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മേക്കിംഗ് സൈഡൊക്കെ വളരെ, ആ സിനിമ കണ്ടാൽ മനസ്സിലാവും.
അങ്ങനെ പോകുമായിരുന്നു അല്ലേ? ഓൾ റൈറ്റ്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും സിനിമ സംസാരിക്കുന്നത് നല്ലൊരു വിഷയമാണ്. അതെ, അതുകൊണ്ട് തന്നെ സിനിമ നല്ലൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിവേ സുനിൽ സർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. താങ്ക് യു. കൂടുതൽ സിനിമാ വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം സെല്ലുലോയിഡ്. ബൈ.